നമസ്കാരം. ജ്യോതിഷ ദർശനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ ദർശനത്തിലൂടെ വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ജ്യോതിശാസ്ത്രവും യോഗശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. അപ്പം ശരിക്കും യോഗശാസ്ത്രം ഇന്നിപ്പോൾ എല്ലായിടത്തും പരക്കെ യോഗ എന്നൊക്കെ പറയുന്നുണ്ട്. യോഗശാസ്ത്രം എന്തെന്ന് പോലും ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അറിയില്ല. അറിയാവുന്നവരുണ്ട്, അറിയില്ല എന്നല്ല. എന്നാൽ ഈ ജ്യോതിഷവും യോഗശാസ്ത്രവും തമ്മിൽ വളരെയധികം ബന്ധമാണ്. ഇപ്പോൾ ഒരു വ്യക്തി നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ ആ വ്യക്തിക്ക് സംഭവിച്ച ഭൂതഭാവി വർത്തമാന കാലങ്ങളെക്കുറിച്ച് കൃത്യമായി പറയാൻ, പ്രവചിക്കാൻ കഴിയണമെങ്കിൽ ആ ദൈവജ്ഞനായിരിക്കണം. ആ ജ്യോതിശാസ്ത്രജ്ഞൻ മന്ത്രസിദ്ധി കൊണ്ട് ഈ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി മനുഷ്യനോട് പറയാൻ കഴിയുന്നവനാണ് ദൈവജ്ഞൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അവസ്ഥയിലെത്തണമെങ്കിൽ ദൈവജ്ഞൻ യോഗിയും കൂടി ആയിരിക്കണം. ഇന്ന് നമ്മൾ നാട്ടിൽ ധാരാളം ജ്യോതിഷന്മാരെയൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെ പറയുന്ന ഫലപ്രവചനങ്ങളൊക്കെ തന്നെ ഒന്നും ശരിയാകാറുമില്ല. ഇവിടെയാണ് നമ്മൾ യോഗികളെക്കുറിച്ച് പഠിക്കേണ്ടത്, ഭാരതത്തിലെ യോഗികളെക്കുറിച്ച് പഠിക്കേണ്ടത്. ഭാരതത്തിലെ അദ്വിതീയരായിരിക്കുന്ന ധാരാളം യോഗിവര്യന്മാരുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ആളുകളാണ്. ഒന്ന് മഹാവതാർ ബാബ എന്ന് പറയുന്ന 2000 വർഷങ്ങളോളം ജീവിച്ചിരുന്ന മഹാവതാർ ബാബ. ആ മഹാവതാർ ബാബയ്ക്ക് ശേഷം യോഗശാസ്ത്രത്തെ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഏക മഹായോഗി പ്രഭാകര സിദ്ധിയോഗിയാണ്. ആ പ്രഭാകര സിദ്ധിയോഗിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. യടാ വാമ ഭവേ നാഡി സോമസ്യ അർക്കസ്യ ദക്ഷിണ പിംഗലാഖ്യ സുഷുമ്നാഖ്യ മധ്യമഗ്നേരുദീരിത. എല്ലാ മനുഷ്യരിലും എടകലയെന്നും പിംഗളകലയെന്നും പറഞ്ഞ് രണ്ട്, അതായത് സോമനാഡിയും സൂര്യനാഡിയും, ചന്ദ്രനാഡിയും സൂര്യനാഡിയും. അപ്പോൾ ഈ ശ്വാസം നമ്മളുടെ സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യൻ നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ രണ്ട് മൂക്കിൽ കൂടി ഒരുപോലെ ശ്വാസം സഞ്ചരിക്കുന്നുണ്ടെന്നാണ് എല്ലാവരുടെയും ചിന്താഗതി. അങ്ങനെയല്ല. ഈ ശ്വാസം ഒരു മൂക്കിൽ കൂടെ മാത്രമേ സഞ്ചരിക്കാറുള്ളൂ ഒരു നേരത്ത്. അത് പറയുന്നുണ്ട്. തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി തുടങ്ങിയിട്ടുള്ള ശുഭവാരങ്ങളിലെല്ലാം നമ്മുടെ ശ്വാസം അല്ലെങ്കിൽ ശരം അല്ലെങ്കിൽ പ്രാണൻ ഇടത് കലയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് വേണം നമ്മൾ ശുഭകരമായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ. ചൊവ്വ, ശനി, ഞായർ തുടങ്ങിയിട്ടുള്ള വാരങ്ങളിൽ വലത് കലയിൽ കൂടി, വലത് മൂക്കിൽ കൂടിയാണ്, നാസികയിൽ കൂടിയാണ്. ആ സമയത്ത് നമ്മൾ ശുഭകർമ്മങ്ങൾ പാടില്ല. രൗദ്രകർമ്മങ്ങളും തീഷ്ണകർമ്മങ്ങളും ഒക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ശ്വാസത്തിൻ്റെ ഗതിവിഗതികൾ അനുസരിച്ച് പോലും നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മളിലുണ്ടാകുന്ന അനുഭവങ്ങളും പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശരിക്കും ജ്യോതിഷത്തിൽ യോഗശാസ്ത്രത്തിൽ കൂടെ തന്നെയാണ്. അപ്പം ഇവിടെ എന്താണ്, ആരാണ് യോഗി? യോഗി എന്ന് പറയുമ്പോൾ പതഞ്ജല മഹർഷി പറഞ്ഞിട്ടുണ്ട്, യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തികളെ എപ്പോൾ നിരോധിക്കപ്പെടുന്നു, ഒരുവനിൽ എപ്പോൾ നിരോധിക്കപ്പെടുന്നു അപ്പോൾ യോഗിയാണ്. അപ്പം അങ്ങനെ വരുമ്പം അഷ്ടൈശ്വര്യ സിദ്ധികൾ, അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധികൾക്ക് പ്രാപിച്ചിട്ടുള്ള, സാധ്യമാക്കിയിട്ടുള്ള ഒരു മഹായോഗിയാണ് പ്രഭാകര സിദ്ധിയോഗീശ്വരൻ. ഈ അഷ്ടൈശ്വര്യ സിദ്ധികൾ എന്താണെന്ന് പലരും ചോദിക്കും. ഇപ്പം നമുക്ക് ശരീരത്തിൽ തന്നെ 6 ആധാര ചക്രങ്ങളുണ്ട്. നമുക്കിതൊക്കെ ഇന്നത്തെ ആധുനിക യുഗത്തിൽ പറയുമ്പോൾ ശരീരം കീറി മുറിച്ചാൽ ഈ 6 ആധാര ചക്രങ്ങളെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ഇത് യോഗ സാധനയിലൂടെ നിരന്തരമായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സാധനയിലൂടെ, യോഗ സാധനയിലൂടെ ഉണർന്നു വരുന്നതാണ്. അതിനെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, ആജ്ഞ, വിശുദ്ധി, അനാഹതം എന്നിങ്ങനെ പറയും. അതായത് ഓരോ ആധാര ചക്രം, മൂലാധാര ചക്രം എന്ന് പറയുമ്പോൾ നട്ടെല്ലിന് മുകളിലേക്കുള്ള ഭാഗത്താണ് മൂലാധാര ചക്രം. ആ നിരന്തരമായ മന്ത്രജപത്തിലൂടെയും സാധനയുടെയും മൂലാധാരത്തിലൂടെ കുണ്ടലിനി എന്ന് പറയുന്ന ഒരു ശക്തി, നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈശ്വരികമായ ചൈതന്യത്തിൻ്റെ പേരാണ് കുണ്ടലിനി ശക്തി. ആ കുണ്ടലിനി ശക്തി ഉണർന്ന് ഉത്ഗമിച്ച് ഈ 6 ആധാര ചക്രങ്ങളിലൂടെ കടന്നു വന്നിട്ട് സഹസ്രാര പത്മത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ 2 കണ്ണുകൾ കൂടാതെ മൂന്നാമതൊരു കണ്ണ് നമ്മുടെ ഈ തിരുനെറ്റിയിൽ കൽപ്പിച്ചിട്ടുണ്ട്. അതിനെയാണ് യോഗ ദൃഷ്ടി എന്ന് പറയുന്നത്. സകല ജ്ഞാന ദർശനങ്ങളും നമുക്കുണ്ടാകുന്നത് അത് ഉണർന്നു കഴിയുമ്പോഴാണ്. ഇവിടെ യോഗികളെ സംബന്ധിച്ചിടത്തോളം അത് ഉണർന്നവരാണ്. അവിടെയാണ് പ്രഭാകര സിദ്ധിയുടെ പ്രത്യേകത. പ്രഭാകര സിദ്ധിയോഗീശ്വരൻ ഈ യോഗമാർഗത്തിൽ എന്തൊക്കെ ഒരു യോഗിക്ക് സാധ്യമാകാൻ കഴിയുമോ അതെല്ലാം, ഇപ്പം അണിമ, മഹിമ, ഗരിമ, ഈശത്വം, വശിത്വം, പ്രാകാരം, പ്രാപ്തി, പ്രാകാശ്യം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സിദ്ധികളും
ലഘുവാകേണ്ടടുത്ത് ലഘുവാകാം, വലുതാകേണ്ടടുത്ത് വലുതാകാം. അതുപോലെ തന്നെ ഈ ജലസ്തംഭനം, അഗ്നിസ്തംഭനം, വായുസ്തംഭനം, ആകാശഗമനം, ഇങ്ങനെ പല അത്ഭുതങ്ങളും അദ്ദേഹം, അതിനേക്കാളൊക്കെ മഹത്തരമായി അദ്ദേഹം കാണിച്ച ഒരു അത്ഭുതം, നമുക്ക് നമ്മുടെ ശരീരത്തെ, ഒരു മനുഷ്യായുസ് പരമാവധി 120 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. ആ 120 വർഷത്തിൽ നമുക്കൊരു 100 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുള്ളവരൊക്കെ ഇന്നത്തെ കാലയളവിൽ കുറവാണ്. നമുക്ക് ആയുസ്സിൻ്റെ ആ ദൈർഘ്യം വളരെ കുറവാണ്. കാരണം ഇന്നത്തെ ധാർമ്മികമല്ലാത്ത ജീവിത ശൈലി കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അദ്ദേഹം തൻ്റെ ശരീരത്തിലിരിക്കുന്ന ജീവനെ മാറ്റി 14 ശരീരങ്ങൾ, ഒരു ശരീരം മാറി അടുത്ത ശരീരം സ്വീകരിച്ച് അങ്ങനെ 14ഓളം ശരീരങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശരിക്കും ജന്മഗേഹം അകവൂർമന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രഭാകര സിദ്ധിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രമാണ്, ദക്ഷിണകാശി എന്ന് പറയുന്നത്. ഈ പരബ്രഹ്മ ക്ഷേത്രത്തിന് അകവൂർമനയുമായി ഒരു ബന്ധമുണ്ട്. കാരണം അകവൂർമനയിൽ നിന്ന് ഒരു ബ്രാഹ്മണൻ തീർത്ഥാടനത്തിന് പോയ സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഒരാൾ കൂടെ പോയി. അദ്ദേഹത്തിൻ്റെ പേര് ചാത്തൻ എന്നാണ്. അങ്ങനെ ഇവർ ഒരുമിച്ച് സഞ്ചരിച്ച് വരുന്ന സമയത്ത് ഈ തിരുമേനി ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും കുളത്തിലിറങ്ങി സ്നാനം ചെയ്യുമ്പോൾ ആ സന്ധ്യാവന്ദനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മന്ത്രം ചൊല്ലും. ഈ മന്ത്രം ചൊല്ലുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കൗതുകത്തോടുകൂടി ഈ ചാത്തൻ ചോദിച്ചു, എന്താണ് തിരുമേനി അങ്ങ് ചൊല്ലുന്ന മന്ത്രം? അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നപ്പം വെട്ടംപോത്താണെന്ന് പറഞ്ഞു. ഞാൻ വെട്ടംപോത്തിനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നിഷ്കളങ്കനായിരിക്കുന്ന ഈ മനുഷ്യൻ അത് ഒരു മന്ത്രത്തെ പോലെ സ്വീകരിച്ച് വെട്ടംപോത്തായ നമ ജപിച്ച് ശരിക്കും പരബ്രഹ്മം പോത്തിൻ്റെ രൂപത്തിൽ ഈ ചാത്തൻ്റെ മുമ്പിൽ, നിഷ്കളങ്കനായ ഭക്തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കണ്ട സ്ഥലമാണ് ഓച്ചറ. അപ്പം അദ്ദേഹം നമ്പൂതിരിക്ക് കാണാൻ സാധിച്ചില്ല. നമ്പൂതിരി ഒരു ഗർവോട് കൂടിയിട്ടാണ് ഇത് പറഞ്ഞത്. പക്ഷെ നിഷ്കളങ്ക ഭക്തി കൂടി ആചരിച്ച് ആ ചാത്തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ പോത്ത്, പരബ്രഹ്മമായി പ്രത്യക്ഷപ്പെട്ട പോത്ത് നേരെ ഓടിച്ചെന്ന് കയറുന്നത് ആ ഓച്ചറ, ഇന്നത്തെ ഓച്ചറ ആ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്താണ്. അപ്പം അങ്ങനെ ഈ കാവിൽ അതായത് ഈശ്വരൻ പരബ്രഹ്മം ആയി പ്രത്യക്ഷപ്പെട്ട ആ പോത്തിനെ അന്വേഷിച്ച് അത് ഈ കാവിൽ, ഈശ്വരൻ ഈ കാവിലുണ്ട്. അതാണ് ഉണ്ടിക്കാവ് എന്ന് പറയുന്നത്. അപ്പം ഈ അകവൂർമനയിൽ നിന്ന് യാത്ര തിരിച്ച തീർത്ഥാടനം തിരിച്ച നമ്പൂതിരിക്കും അദ്ദേഹത്തിന് സഹായിയായി വന്ന ചാത്തനുമാണ് ശരിക്കും ആ പരബ്രഹ്മം ഓച്ചറയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഓച്ചറയുടെ ഐതിഹ്യമാണ്. അപ്പം ഈ അകവൂർമനക്കാർക്ക് ആ ക്ഷേത്രസ്ഥാനത്ത് ഒരു ബന്ധമുണ്ട്, ഒരു അവകാശമുണ്ട്. അങ്ങനെ അകവൂർമനയുടെ അംശാവകാശിയും കൂടി ആയിരിക്കുന്ന പ്രഭാകരൻ നമ്പൂതിരി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചിട്ടുള്ള സ്ഥലം ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രമാണ്. അദ്ദേഹത്തിന് അവിടെ ഇവിടെയൊക്കെ സമാധി അദ്ദേഹത്തെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വ്യാജമായ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. അദ്ദേഹം ഒരു ബ്രഹ്മവസ്തുവാണ്. അദ്ദേഹം ജന്മം കൊണ്ടിട്ടുള്ളത് അകവൂർമനയിലാണ്, ചരിത്രമാണ്. പിന്നീട് അദ്ദേഹം പള്ളി കൊണ്ടിട്ടുള്ളത് മൊത്തം, അദ്ദേഹത്തിൻ്റെ ഒരു ആസ്ഥാന കേന്ദ്രം എന്ന് പറയുന്നത് പോലും ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രമാണ്. അവിടെ വെച്ചാണ് വലിയ വലിയ ആളുകൾ അദ്ദേഹവുമായി കണ്ടുമുട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു സമാധി തന്നെ ഓച്ചറയിലെ ആദ്യത്തെ ആൽച്ചോട്ടിലാണെന്നാണ് പ്രചാരമായി പറഞ്ഞു കേൾക്കുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഓച്ചറയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് മാതാ അമൃതാനന്ദമയ്യെ പോലെയുള്ള ആൾക്കാർ, അതിനൊക്കെ മുമ്പ് പറയാനാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്, ചട്ടമ്പി സ്വാമികൾ, ഇങ്ങനെ വളരെ മഹോന്നതരായിരിക്കുന്ന ആളുകൾക്കെല്ലാം അദ്ദേഹം ദർശനം കൊടുത്തിട്ടുണ്ട്. ധാരാളം ആളുകൾ, ഭക്തന്മാർ ആ ഓച്ചറയുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവരുണ്ട്. അത് കഴിഞ്ഞാൽ ആ ഓച്ചറയിൽ നിന്ന് നേരെ അദ്ദേഹം വന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് ചിങ്ങോലിയിലെ ബ്രഹ്മസ്ഥാനം. ബ്രഹ്മത്തെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യനായിരിക്കുന്ന ഗുരുദാസ് GP പണിക്കർ സ്വാമികളോടും അദ്ദേഹത്തിൻ്റെ സീമന്ത പുത്രിയായിരിക്കുന്ന താൻ ശിഷ്യത്വം കൊടുത്തിട്ടുള്ള രമാദേവി അമ്മയോടും ആ ഒരു കുലത്തിനോടുമുള്ള പ്രീതി അനുഗ്രഹത്തിൻ്റെ നിമിത്തമായി ചിങ്ങോലിയിലാണ് ലോകത്താദ്യമായി പ്രഭാകര സിദ്ധിയോഗിയുടെ ആശ്രമം ബ്രഹ്മത്തെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത്. ഇന്നും നിത്യ ചൈതന്യമായി അദ്ദേഹത്തിൻ്റെ ആ പ്രതിഷ്ഠ, ഇപ്പം വിഗ്രഹങ്ങൾ പല രീതിയിലുണ്ട്. ശൈലി, ദാരുമയി, മനോമയി, ലേഖ്യാജ സൈഗതി. ഈ അദ്ദേഹം പ്രതിഷ്ഠിച്ച ചിത്രത്തോടൊപ്പം തന്നെ അദ്ദേഹം കയ്യിൽ ദീർഘനാൾ കൊണ്ടുനടന്ന യോഗദണ്ഡ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മെതിയടി യോഗദണ്ഡ്, അദ്ദേഹം എഴുതി തയ്യാറാക്കിയുള്ള ദേവനാഗരിയുള്ള ലിപികൾ, അതൊക്കെ ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പോലും അവിടെ വന്നിട്ടുള്ളതാണ് അത് ശേഖരിക്കാൻ വേണ്ടി. നമ്മളത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം പൂജിച്ചിരുന്ന ശ്രീചക്രം, അദ്ദേഹം കയ്യിൽ കൊണ്ടു തന്നിട്ടുള്ള സാളഗ്രാമ ശിലകൾ, ഇതൊക്കെ ഇപ്പോഴും
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 14 ശരീരങ്ങൾ എടുത്തു പോകുന്നതിന് മുമ്പ് പറഞ്ഞത് ഇനി ഞാൻ 15ാമതൊരു ശരീരം കൂടി എടുത്തു വരുമെന്നാണ്. അപ്പോൾ അത് പറയാൻ കാരണം ഇന്ന് അദ്ദേഹം എന്ന് 14ാമത്തെ ശരീരം സമാധി നടത്തിയോ അന്ന് മുതൽ ഇതുവരെയും ആ ആശ്രമത്തിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ അന്വർത്ഥമാണ്. അതാണ് യോഗശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. ഒരു യോഗിക്ക് ത്രികാലങ്ങളെക്കുറിച്ച് ദർശനം കിട്ടും. അത് ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യോഗശാസ്ത്രത്തെക്കുറിച്ച്. ആ യോഗശാസ്ത്രത്തെക്കുറിച്ച് ഇന്ന് ലോകത്തെടുത്ത് കാണിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം, അതിൻ്റെ പൂർണ്ണതയിൽ കാണിച്ച ഒരാളെന്നുള്ള നിലയിൽ പ്രഭാകർ സിദ്ധയോഗീശ്വരനാണ്. അപ്പോൾ ഈ സിദ്ധയോഗീശ്വരന്മാർ, ആരാണ് സിദ്ധൻ, ആരാണ് യോഗി, ആരാണ് അവധൂതൻ? ഇതിപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം സന്യാസിയാണ്, പലരും അവധൂതനാണ്, യോഗിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹംസൻ, പരമഹംസൻ, ഇങ്ങനെ ഓരോ അവസ്ഥകളുണ്ട് യോഗമാർഗത്തിൽ. ആ യോഗമാർഗത്തിൽ ഒരാൾ എത്തിച്ചേരുന്നതിനനുസരിച്ച് ഓരോ അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളിൽ പ്രഭാകർ സിദ്ധയോഗീശ്വരനെ കുറിച്ച് പറയുന്നത് പ്രഭാകർ സിദ്ധയോഗീശ്വര പരമഹംസൻ എന്നാണ് പറയുന്നത്. ഏറ്റവും മഹോന്നതമായിരിക്കുന്ന സ്ഥാനത്ത് എത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം ജ്യോതിശാസ്ത്രത്തിന് യോഗശാസ്ത്രവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. അപ്പം ഇവിടെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ, നമ്മളെല്ലാവരെയും ജ്യോതിഷന്മാരാണെന്ന് പോയി സമീപിക്കുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ശാസ്ത്രത്തെക്കുറിച്ച് ശരിയായി പഠിക്കുകയും ജ്യോതിശാസ്ത്ര വിദഗ്ധോ, എന്താണ് ജ്യോതിഷം പറയുന്നത്? ശാസ്ത്രത്തിൽ വൈദഗ്ധ്യം ഉണ്ടാണ്. ജ്യോതിശാസ്ത്ര വിദഗ്ധോ ഗണിതപടുർ, ഗണിത ഭാഗങ്ങളിൽ പടുവായിരിക്കണം. വൃത്തവാഞ്ച, വൃത്തവാൻ എന്ന് പറയുമ്പോൾ പല്ലും വട്ടമുഖമാണെന്ന് പറയാം, അങ്ങനെയല്ല, സദ്വൃത്തിയുള്ളവനായിരിക്കണം. ജ്യോതിശാസ്ത്ര വിദഗ്ധോ ഗണിതപടുർ വൃത്തവാൻ വിനയീ, വിനയമുള്ളവനായിരിക്കണം. വേദാധ്യായി, വേദങ്ങളെ പല വേദങ്ങളിലും ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ ആയിട്ടാണ് ജ്യോതിഷം ബന്ധപ്പെട്ട് കിടക്കുക. അപ്പം അതുമായിട്ടെല്ലാം ഗ്രാഹ്യമുള്ള ആളായിരിക്കണം. ഗ്രഹയജനപരച്ചു ദൈവജ്ഞ, വിനയീ വേദാധ്യായി, വിനയും വേദാധ്യായും അതോടൊപ്പം തന്നെ എന്ത് വേണം? ഗ്രഹങ്ങളെ യജിക്കുന്നവനും ഗ്രഹങ്ങളെ ഉപാസിക്കുന്നവനും ഉള്ളിലുള്ള ശക്തിയെ ഉപാസന കൊണ്ട് ഉണർത്തിയെടുക്കാൻ കഴിയുന്നവന് മാത്രമേ ശാസ്ത്രം ശോഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളെ വിളിക്കുന്ന പേരാണ് ദൈവജ്ഞൻ. ജ്യോതിഷം എന്നുള്ള പദത്തെക്കാളും ഉപരിയാണ്. കാര്യം ഈശ്വരഹിതം മനസ്സിലാക്കി മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലെ ആ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ കണ്ണ് തെളിച്ച് കിട്ടണമെങ്കിൽ യോഗശാസ്ത്രവും കൂടി ഒരു ദൈവജ്ഞൻ ഉപാസിക്കണം. അതാണ് ജ്യോതിശാസ്ത്രവും യോഗശാസ്ത്രവും തമ്മിലുള്ള മഹത്തരമായിരിക്കുന്ന ബന്ധം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.